വാർത്തയിലേക്കാണ്. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കും എന്ന് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി തള്ളി. സുരേഷ് ഗോപി വിചാരണ നേരിടണമെന്നും തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിഷ്ണു സുരേഷ് വിവരങ്ങൾ വെച്ചിരുന്നു. വിഷ്ണു, സുരേഷ് ഗോപിക്ക് അത് കനത്ത തിരിച്ചടിയാണ്. കാശ്മീർ കനത്ത തിരിച്ചടി തന്നെയാണ്. ഈ ഹർജി നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപിയുടെ വാദം. പക്ഷേ കോടതി വളരെ കൃത്യമായി തന്നെ പറയുന്നു ഹർജി നിലനിൽക്കുമെന്ന്. എ-വൈഫിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിനോയ് SS ആണ് ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ചത്. ഹർജിയിലെ പ്രധാനപ്പെട്ട പ്രയർ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രയറായി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇത് അടിസ്ഥാനരഹിതമാണെന്നും താൻ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ വോട്ട് തേടി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സുരേഷ് ഗോപി ഉപഹർജിയായി മുന്നോട്ട് വെച്ചത്. പക്ഷേ നിലവിൽ ഈ എ-വൈ-എഫ് ജില്ലാ സെക്രട്ടറി നൽകിയിട്ടുള്ള ഹർജി നിലനിൽക്കും എന്ന നിലപാടാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിൽ ഇനിയിപ്പോൾ പൂർണ്ണമായി വാദത്തിലേക്കടക്കം പോകും. സുരേഷ് ഗോപിയെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്. റെക്കോർഡ് വിജയമായിരുന്നു. ഒരുപക്ഷെ ആദ്യമായി ഒരു പ്രധാനപ്പെട്ട വിജയം ഒരു BJP നേതാവ് നേടിയ ഒരു മണ്ഡലം കൂടിയായിരുന്നു തൃശ്ശൂര്. അവിടെ ആ മണ്ഡലത്തിലെ വിജയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.